ഹായ് ഫ്രണ്ട്സ്, ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. LP UP വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രസംഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ ഈ ഭൂമി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അതുകൊണ്ടാണ് നാം ഭൗമദിനവും പരിസ്ഥിതി ദിനവും മറ്റും ആചരിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. മണ്ണും ജലവും വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു. നമ്മുടെ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയിൽ നിന്നും പുറംതള്ളുന്ന മാലിന്യങ്ങൾ, രാസകീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഈ മാലിന്യങ്ങൾ എന്നിവ മൂലം നമ്മുടെ മണ്ണ് മലിനവും നിർജീവവുമായി മാറുന്നു. വാഹനങ്ങൾ പുറംതള്ളുന്ന കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ, ഇലക്ട്രിക് ഉപകരണങ്ങൾ പുറംതള്ളുന്ന അപകടകരമായ വാതകങ്ങൾ എന്നിവ മൂലം വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. മലിനീകരണം വഴി മാത്രമല്ല നാം പ്രകൃതിയെ നശിപ്പിക്കുന്നത്. മരങ്ങൾ വെട്ടി നശിപ്പിച്ചും കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കിയും പാറ പൊട്ടിച്ചു നീക്കിയും പുഴ കയ്യേറിയും വയൽ നികത്തിയും നാം പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നത് പോലും പ്രകൃതി സംരക്ഷണമാണ്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുള്ള ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നു. പുഴകളെ നശിപ്പിക്കരുത്, വയലുകൾ നികത്തരുത്, നമ്മളുടെ കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കരുത്, വനം നശിപ്പിക്കരുത്. അങ്ങനെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടും ചെയ്യരുതേ എന്ന് ശബ്ദമുയർത്താൻ നമുക്ക് ആവണം. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.